കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് ഇതുവരെയുള്ള വാർത്തകൾ. ഇന്നിപ്പോൾ 3:30 മണിക്കാണ് മന്ത്രിസഭ വച്ചിരിക്കുന്നത്. രാവിലെ 10:30 വെച്ചത് 3:30 വെച്ചത് തന്നെ. അതിന് മുമ്പേ ചർച്ചകൾ നടക്കട്ടെ എന്ന് വിചാരിച്ചാണ്. ഇന്ന് രാവിലെയും ചർച്ചകൾ ഉണ്ടാവാം. CPMൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ഇറങ്ങിയിട്ടാണ് ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നത്. ഗോവിന്ദ മാഷ് പിക്ചറിലില്ല. അദ്ദേഹം ഇതിനകത്ത് വേറെ എന്ത് CPI എന്നൊക്കെ ചോദിച്ചതുകൊണ്ട് പിന്നെ അദ്ദേഹം വേറെ തരത്തിൽ നിൽക്കുന്നു. അദ്ദേഹം താത്വികമായ ചർച്ചകളിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നു. യഥാർത്ഥത്തിൽ ഈ MA ബേബിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമാണ് ഇതിനകത്ത് ചർച്ച കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് പിൻവലിക്കാതെ പിൻവലിച്ചു എന്നല്ലെങ്കിൽ പിൻവലിക്കാമെന്ന് കേന്ദ്രത്തിന് എഴുതാതെ സബ് കമ്മിറ്റിയിലൊന്നും ഞങ്ങൾക്കൊരു താല്പര്യമില്ല എന്ന് CPI പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ മന്ത്രിമാരെ പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. 4-ാം തീയതി വരെ കേന്ദ്രത്തിലേക്ക് എഴുതിയില്ലെങ്കിൽ പിൻവലിക്കേണ്ടി വരും എന്നാണ്, 4 മന്ത്രിമാരെയും പിൻവലിക്കേണ്ടി വരും എന്നാണ് CPI ഫോൾഡറുകളിൽ നിന്ന് അറിയുന്ന വാർത്ത. പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. CPI ഇത് പറയുമ്പോൾ തന്നെ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം 2020 വന്നത്. അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ രാജിവെക്കുകയാണെങ്കിൽ ഏതൊക്കെ മന്ത്രിമാർ രാജിവെക്കും എന്നുള്ളതാണ് പറയേണ്ടത്. ഭക്ഷ്യ വകുപ്പ് മന്ത്രി GR അനിൽ, നെടുമങ്ങാട് നിന്ന് ജയിച്ചിട്ടുള്ള ഭക്ഷ്യ വകുപ്പ് മന്ത്രി GR അനിൽ ആണ് ഒരു മന്ത്രി, CPIയുടെ നോമിനി. അതുപോലെ തന്നെ P പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം പിന്നെ ചേർത്തല മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുള്ള P പ്രസാദ്, ചേർത്തലയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കൊരു കറക്റ്റ് ഒരു ചേർത്തല തന്നെ ആണ്. എന്തായാലും അവിടെ നിന്ന് ജയിച്ചിട്ടുള്ള P പ്രസാദ്, അദ്ദേഹം കൃഷി വകുപ്പ് മന്ത്രിയാണ്, അദ്ദേഹവും ഉണ്ട്. അതുപോലെ K രാജൻ തൃശ്ശൂർ നിന്നാണ് മത്സരിച്ചത്. അപ്പോൾ K രാജൻ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. പിന്നെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ചിഞ്ചു റാണി ജയിച്ചിരിക്കുന്നത് ചടയമംഗലത്ത് നിന്നാണ്. അവരുടെയൊക്കെ സ്ഥിരം സീറ്റുകളാണ്. CPIയുടെ സ്ഥിരം 4 സീറ്റുകളാണ്. നെടുമങ്ങാട്, ചേർത്തല, പിന്നെ അതുപോലെ തന്നെ ചടയമംഗലം. പിന്നെ ചടയമംഗലം കൊല്ലത്താണ്, ചേർത്തല എറണാകുളം ജില്ലയാണ്, ആലപ്പുഴയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരത്തെ മറ്റേ പോയിരിക്കുന്നത് തൃശ്ശൂരാണ്. അപ്പം 4 സ്ഥലത്തു നിന്നാണ്, തൃശ്ശൂർ ജില്ലക്കാരനാണ് K രാജൻ. അങ്ങനെ 4 സ്ഥലത്തു നിന്നാണ് ഈ MLA മാർ വന്നിരിക്കുന്നത്. അപ്പോൾ മന്ത്രിമാർ അവരാണ് രാജിവെക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ രാജിവെക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്നത്. 2 പ്രശ്നങ്ങളുണ്ട് NEPയിൽ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നത് ആദ്യമായിട്ടൊന്നുമല്ല. നേരത്തെയും 1966 കൊത്താരി കമ്മീഷൻ മുതൽ കേന്ദ്ര ഗവൺമെൻറ് ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. മാത്രമല്ല 75 ഇന്ദിരാഗാന്ധി ഇരുന്നപ്പോൾ CPIയും കോൺഗ്രസും കൂടെ ഒന്നിച്ച് നിന്നപ്പോഴാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ, സ്റ്റേറ്റ് ലിസ്റ്റിൽ കിടന്ന വിദ്യാഭ്യാസത്തെ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുപോവുകയും പിന്നെ UGC വരികയും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനൊക്കെ വരികയും സംസ്ഥാനങ്ങൾക്ക് പൈസ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നതിന് ശേഷം 2 കാര്യങ്ങൾ തീരുമാനിച്ചു. ഒന്ന്, PM ഉഷ എന്ന് പറയുന്നൊരു പദ്ധതി. PM ഉഷ എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതായത് പിന്നെ PM ഉഷയുടെ ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ, PM ഉഷയ്ക്കകത്ത് കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിട്ട് PM ഉഷ വന്നു. PM ഉഷയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഇതാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ രംഗത്തുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ രംഗത്തേക്ക് വരുന്ന പദ്ധതിയിൽ PM ഉഷയുടെ ഫുൾ ഫോം എന്തെന്ന് കൂടി പഠിച്ച് നമുക്ക് പോകാം. എന്താണ് ഈ PM ഉഷയുടെ ഫുൾ ഫോം കൂടി പഠിച്ചു പോകുന്നത് നല്ലതാണ്. PM ഉഷ എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹയർ എഡ്യൂക്കേഷൻ രംഗത്തേക്കാണെങ്കിൽ PM ശ്രീ എന്ന് പറയുന്നത് നമ്മുടെ ലോവർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വരെയുള്ള താഴെ ക്ലാസ്സുകളിലേക്കുള്ള എഡ്യൂക്കേഷനാണ് ഇത് പറയുന്നത്. അപ്പോൾ PM ഉഷ എന്ന് പറയുന്ന പദ്ധതിയും PM ശ്രീ പദ്ധതിയും കൊണ്ടുവന്നു. അത് നാഷണൽ എഡ്യൂക്കേഷൻ എന്നാണ്. അത് രണ്ടിനകത്തും പ്രധാനമന്ത്രിയുടെ പേരുണ്ട്. ഇതാണ് PM ഉഷ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഉച്ചധാർ ശിക്ഷാ അഭിയാൻ. എല്ലാ ശിക്ഷാ അഭിയാൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ പ്രധാനമന്ത്രി ശിക്ഷാ അഭിയാൻ എന്നുള്ള പറയുന്നതാണ്. ഇത് നേരത്തെ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി വന്നതാണ്. അതിന് മുമ്പേ ഉണ്ടായിരുന്ന ഒരു പദ്ധതിയെ മാറ്റിക്കൊണ്ടാണ് ഇത്തരത്തിൽ PM ഉഷ എന്ന് പറയുന്ന പദ്ധതി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ RMSA എന്ന് പറഞ്ഞൊരു പദ്ധതി വന്നു, അതിപ്പോൾ ഇല്ല. SSA എന്ന് പറഞ്ഞൊരു പദ്ധതി അതിപ്പോൾ ഉണ്ട്, സർവ്വശിക്ഷാ അഭിയാൻ. ഇതിനൊക്കെ മാറ്റം വരുന്ന രീതിയിലായിരിക്കും ഒരുപക്ഷെ ഈ പറയുന്ന PM ശ്രീ പദ്ധതി വരുന്നത്. അപ്പോൾ PM ശ്രീയിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്താണ്? പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് എടുത്തിരിക്കുന്നത്. അതിൽ 250 പരം സ്കൂൾ, 14,500 സ്കൂളുകൾ ഇന്ത്യയിൽ എടുത്തു. അതിൽ 256 സ്കൂളുകൾ കേരളത്തിൽ നിന്ന് എടുക്കുന്നു. അവർക്ക് ആവശ്യമായ സാമ്പത്തികം കൊടുക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോയുടെ ലിങ്കുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും PM ശ്രീ പദ്ധതി എന്തെന്ന് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നം CPI ആപ്പിൽ പെട്ടിരിക്കുന്നത് PM ഉഷ ആൾറെഡി കേരളത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞു. PM ഉഷ നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ പൈസയൊക്കെ വാങ്ങിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. പ്രധാനമന്ത്രി ഉച്ചധാർ ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത്
പ്രധാനമന്ത്രി ഉന്നത വിദ്യാഭ്യാസ അഭിയാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ കാർഷിക സർവകലാശാലയിലും മറ്റ് യൂണിവേഴ്സിറ്റികളിലുമൊക്കെ 4 വർഷത്തെ കോഴ്സും സെമസ്റ്റർ സിസ്റ്റവും അതനുസരിച്ച് ഒരുപാട് പൈസ ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം, കണ്ണൂർ യൂണിവേഴ്സിറ്റി, ഒരുപാട് സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് രൂപ കേരളത്തിൽ കിട്ടുന്നുണ്ട്. അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ അതനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, ഇനി വേറൊരു പ്രധാന വിഷയം, ഇതിനകത്ത് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് സ്ട്രക്ചറലായിട്ടുള്ള ഒരു ചേഞ്ച് വരും, ഘടനാപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഘടനാപരമായ ചേഞ്ച് വരും, സിലബസ് പരമായിട്ടുള്ള ചേഞ്ച് വരും. ഘടനാപരമായ ചേഞ്ച് നമുക്ക് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഘടനാപരമായ കാര്യങ്ങൾ ചെയ്തേ കഴിയൂ, യൂണിവേഴ്സിറ്റികളിലായാലും സ്കൂളിലായാലും. പക്ഷേ സിലബസിനെ സംബന്ധിച്ചിടത്തോളം കൺകറൻ്റ് ലിസ്റ്റിൽ കിടക്കുന്നൊരു വിഷയമായതുകൊണ്ട് സിലബസിൽ ഒരു പിടിവാശി കേന്ദ്രത്തിന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയുന്നുമില്ല, യഥാർത്ഥത്തിൽ അങ്ങനെ പറയുന്നുമില്ല. വിനയ് വിശ്വം അവരുടെ CPI ഫോൾഡറുകളിലൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊന്നും ശരിയല്ല. ഗാന്ധിജിയെ കൊന്നു എന്നാണ് പഠിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഗാന്ധിജിയെ കൊന്നതെന്നോ അല്ലെങ്കിൽ വെടിവെച്ചുവെന്നോ ഗാന്ധിജിയെ കൊലപാതകത്തിലൂടെയാണ് കൊന്നത് എന്തോ അവിടെ പഠിപ്പിക്കാം. കാരണം അത് അങ്ങനെ ഒരു സിലബസ് അല്ല. SCERT ആണ് ഈ സിലബസുകൾ തയ്യാറാക്കുന്നത്. മാത്രമല്ല NCERT-യുടെ കുറച്ച് ഭാഗം SCERT-യിലും കൂടി പഠിപ്പിക്കുന്നുണ്ട്. കേരള സ്കൂളിൽ പഠിപ്പിക്കുന്നത് അത് തന്നെ SCERT വെറ്റ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ NCERT പാർട്ട് അതുപോലെ എടുത്തിടലല്ല. ഇവിടെ കേന്ദ്രത്തിലെ നവോത്ഥാന നായകന്മാരെക്കുറിച്ച്, രാജ്യത്തെ മറ്റ് നവോത്ഥാന നായകന്മാരെക്കുറിച്ച് പഠിപ്പിക്കാൻ NCERT-യിൽ ഉള്ളപ്പോൾ ഇവിടെ SCERT-യിൽ ഗുരുദേവനെയും അതുപോലത്തെ കാര്യങ്ങളുള്ള സപ്ലിമെൻ്ററി ബുക്ക് ഇറക്കുകയും അത് പഠിപ്പിക്കാനായിട്ട് ശിവൻകുട്ടിയുടെ തന്നെ ഈ മന്ത്രിസഭയിൽ തന്നെ തീരുമാനമാവുകയും അതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ SCERT-ക്ക് സിലബസിൽ വലിയൊരു പങ്കുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സിലബസിൽ വലുതായിട്ട് കേന്ദ്രം ബഹളം ഉണ്ടാക്കുന്നില്ല എന്ന് കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസ സെക്രട്ടറി തന്നെ ഏഷ്യാനെറ്റിൻ്റെ ധനേഷ് രവീന്ദ്രന് കൊടുത്ത ബൈറ്റിൽ പറയുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു പിടിവാശിയില്ല, കാരണം MOU ആണിത്, ധാരണാപത്രമാണ്. അതുകൊണ്ട് സ്ട്രക്ചറൽ ചേഞ്ചസ് എല്ലാം ഇന്ത്യയിൽ വരും. ഇനി ഒരു ചോദ്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ആ സ്ട്രക്ചറൽ ചേഞ്ചസ് ഇന്ത്യയിൽ വരുന്നത് കേരളത്തിൽ ചെയ്യാതെ, ബംഗാളിൽ ചെയ്യാതെ, തമിഴ്നാട്ടിൽ 3 സ്റ്റേറ്റാണല്ലോ ഇപ്പോൾ മാറി നിൽക്കുന്നത്. ആ 3 സ്റ്റേറ്റിൽ ചെയ്യാതെ നാഷണൽ ലെവലിൽ എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ഫിറ്റാവണ്ടേ? നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഇവിടെ 5 വയസ്സ്, അവിടെ 6 വയസ്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതുപോലെ നീറ്റ് എക്സാം, അതുപോലെ തന്നെ പിന്നെ UGC-യുടെ പരിപാടികളെല്ലാം മാറുന്നു. ഇതെല്ലാം മാറുന്നതിനനുസരിച്ച്, നാഷണൽ ലെവലിൽ ഇത് കംപ്ലീറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഔട്ടായി പോകില്ലേ? ഇതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യത്തിനും കൂടി CPI-യും CPM-ഉം എല്ലാ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും ഉത്തരം പറയണം. അപ്പോൾ സ്ട്രക്ചറൽ ചേഞ്ച് അങ്ങനെ നിൽക്കുന്നു, സിലബസ് പരിഷ്കരിക്കുന്നത് ഈ വേറെ രീതിയിൽ പോകുന്നു. ഇനി മുസ്ലിങ്ങൾക്ക് വലിയ മുൻതൂക്കമുള്ള ലക്ഷദ്വീപിൽ ഈ കംപ്ലീറ്റ് NCERT ആയി കഴിഞ്ഞു. SCERT പോലുള്ള സംവിധാനം ആയിരുന്നു നേരത്തെ ചെയ്തിരുന്നെങ്കിൽ കംപ്ലീറ്റ് NCERT ആയി കഴിഞ്ഞു. മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്, അത് കേന്ദ്രം ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു, NCERT ആയി കഴിഞ്ഞു. ഇനി വേറെ ഒരു വിഷയം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഇപ്പം തന്നെ കേരളത്തിലെ സൈനിക സ്കൂളുകൾ, മിലിറ്ററി സ്കൂളുകൾ, പാങ്ങോടുള്ള മിലിറ്ററി സ്കൂള്, കഴക്കൂട്ട സൈനിക സ്കൂള്, പട്ടം കേന്ദ്രീയ വിദ്യാലയം, കേരളത്തിലെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ, സൈനിക സ്കൂളുകൾ, CBSE സ്കൂളുകൾ, അതും കൂടി വളരെ പ്രധാനമാണ്. CBSE സ്കൂളുകൾ, ICSE സ്കൂളുകൾ, ഇവിടെ നമ്മളുടെയൊക്കെ നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയൊക്കെ മക്കൾ പഠിക്കുകയാണ്. ഇത് നമ്മൾ പറയുമ്പോൾ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെയും മക്കളൊക്കെ പഠിക്കുകയാണ്. വിദേശ സർവകലാശാലയിൽ പോയാണ് വിനയ് വിശ്വത്തിൻ്റെ മകൾ പഠിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ പഠിക്കുകയാണ്. ആ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വിദേശത്ത് പോയി പഠിക്കുകയും NCERT സിലബസിൽ നമ്മുടെ അപ്പർ ഹാൻഡിലുള്ള മക്കളും പാവപ്പെട്ട സായുധ പോലീസിലെ അല്ലെങ്കിൽ സായുധ സേനയിലെ സാധാ പട്ടാളക്കാരൻ ഞാൻ മോശമായിട്ട് പറഞ്ഞല്ല, റാങ്കിൽ താഴെ നിൽക്കുന്ന പട്ടാളക്കാരൻ്റെ മക്കളും സൈനിക സ്കൂളിൽ ഉൾപ്പെടെ പോയി NCERT സിലബസ് പഠിക്കുമ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ 2 സിലബസിൽ കുട്ടികൾ പഠിക്കുന്നു. കേന്ദ്രം തയ്യാറാക്കുന്ന NEP-യുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ NEP കൂടി ഓണപ്പ് ചെയ്യുന്ന NCERT-യുടെ സിലബസ് കേരളത്തിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. എയ്ഡഡ് സ്കൂളുകളിലും പിന്നെ സർക്കാർ സ്കൂളുകളിലുമാണ് SCERT സിലബസ് ഉള്ളത്. ആ സിലബസിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കൈകടത്താൻ പരിമിതി വളരെ കൂടുതലാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ ഈ ആക്ഷേപത്തിൽ, ഈ ഘടനാപരമായ കാര്യത്തിൽ നമുക്ക് തർക്കിക്കാം, അത് വേറൊരു വിഷയമാണ്. സിലബസിൻ്റെ കാര്യത്തിൽ CPI പറയുന്നതിനകത്തും CPM പറയുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ല. ഇത് സംഭവിച്ചത് വളരെ ലളിതമാണ്. കാടടച്ച് BJP കൊണ്ടുവന്നൊരു പരിപാടിയെ കാടടച്ച് വെടിവെച്ചപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിലാണ് കേരളം നിൽക്കുന്നത്. അങ്ങനെ കാടടച്ച് വെടിവെക്കുന്നതിന് പകരം കാര്യകാരണ സഹിതം പഠിച്ചിരുന്നുവെങ്കിൽ എതിർക്കേണ്ടതിന് എതിർക്കാനും മാറ്റേണ്ടതിനെ മാറ്റാനും ഒക്കെയുള്ള ബാർഗെയിനിങ് ചെയ്യാൻ കേരളത്തിന് കഴിയുമായിരുന്നു. ഇപ്പോൾ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് കുരങ്ങൻ്റെ വാല് ഈ മുറിച്ച മരത്തിൻ്റെ തടികൾക്കിടയിൽ പോയ ആപ്പിൾ ആയതുപോലെ നിൽക്കുകയാണ് കേരളത്തിൻ്റെ എല്ലാവരും.